സംഭവിക്കുമെന്നാണ് നമ്മൾക്ക് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതിപ്പോൾ ഇവിടെ തുടരുകയാണ്. ആദ്യമായി കൊന്നത് നിങ്ങൾ നോക്കൂ, സൂഫി വീരനായ കുണ്ടൂർ അബ്ദുൽ ഖാദർ ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂലിന്റെ മകൻ കുഞ്ഞുവിനെയാണ്. അതും കൊന്നത് നിങ്ങൾ നോക്കൂ, അടിപിടി ഉണ്ടാക്കിയതിന്റെ പേരിലല്ല, കുഞ്ഞു ഈ പിതാവ് കൂടിയായ കുണ്ടൂർ ഉസ്താദിന്റെ ഖാദിമായി നടക്കുകയാണ് ആ കുട്ടി. അവൾ എങ്ങനെയാണ് കൊലപാതകത്തിയത്? പരിശുദ്ധ റമദാനു ശരീഫ് അവിടെ 27-ാം രാവിലെ കുണ്ടൂർ ഉസ്താദിന്റെ ഹദറത്തിൽ നോമ്പ് തുറപ്പിക്കുന്ന ചടങ്ങും ആത്മീയ സമ്മേളനം നടക്കാറുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളുമായി അവിടെ ആ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് ഇതിന്റെ തൊട്ടടുത്ത ടൗണിൽ നമ്മുടെ ഒരു പോസ്റ്റർ, അവരുടെ പോസ്റ്ററിന്റെ പേരിൽ, അതും ഒരു മലയാളം അറിയാത്ത ഒരു തമിഴനായ ഒരാൾ അവിടെ ജോലിക്ക് വന്നിരുന്നു. ആ കുട്ടി പല നോട്ടീസുകളും പലരും ഒട്ടിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഒരു നോട്ടീസ് യതീംഖാനയിൽ നിന്ന് എടുത്ത് അവൻ അങ്ങാടിയിൽ കൊണ്ടുപോയി ഒട്ടിച്ചപ്പോൾ അവിടെ ഈ ലീഗുകാർ അംഗീകരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പോസ്റ്ററിന്റെ മേൽഭാഗത്തായി അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇവർ ഈ തമിഴ് അറിയുന്ന കുട്ടിയെ പിടിച്ചു വെച്ചപ്പോൾ അത് അറിയാൻ വേണ്ടി പോയതാണ് ഈ കുഞ്ഞു, അല്ലാതെ അടിപിടി ഉണ്ടാക്കാൻ പോയതല്ല. അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, ഇവൻ മലയാളിയല്ല, ഇവൻ തമിഴ്നാട്ടുകാരനാണ്, ഇവൻ ഇവിടെ ഒരു ജോലിക്ക് വന്നതാണ്, അവൻ അറിയാതെ ഭാഷ അറിയില്ലല്ലോ ആരുടെ നോട്ടീസാണെന്ന്, അവന് കയ്യബദ്ധം വന്നു പോയതാണ്, അത് ഞാൻ തന്നെ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് അത് മാറ്റിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ആ അണ്ണന്മാരെ കൊണ്ടെന്നാണല്ലേ നിങ്ങളുടെ ഫിത്തന ഉണ്ടാക്കുന്നത് പറയലും കത്തിയെടുക്കലും കുത്തലും കൊലപ്പെടുത്തലും കഴിയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് കൊലപാതകം! എന്നിട്ട് ഈ പ്രതികളെ മൊത്തം സംരക്ഷിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഉന്നത വക്കീലന്മാരും മാത്രമല്ല, ഈ നടക്കുന്ന കൊലപാതകത്തിലെ മുഴുവൻ പ്രതികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേകം വക്കീലിനെ തന്നെ പാർട്ടിയുടെ വക്കീലിനെ തന്നെ ഇവർ നിയമിക്കുകയുണ്ടായി. കുണ്ടൂർ ഉസ്താദിന്റെ മകൻ അങ്ങനെ വിട പറഞ്ഞു. നിങ്ങൾ നോക്കൂ, നമ്മുടെ ശക്തി ദുർഗമാണ് ഈ തിരൂരങ്ങാടി മേഖല എന്ന് പറഞ്ഞാൽ. ഞാൻ ഓർക്കുകയാണ്, ആ മയ്യത്തുമായി മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് വരുമ്പോൾ ആ ആംബുലൻസിന്റെ മുന്നിൽ സുൽത്താനുൽ ഉലമ കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാരുടെ വാഹനം, അദ്ദേഹം ഈ ആംബുലൻസിന്റെ മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങിയിട്ട് ഈ മയ്യത്തിനെ താങ്ങിയെടുക്കുന്നവർക്ക് കൂട്ടുനിന്നിട്ട് അവിടെയുള്ള മൈക്ക് ഓണാക്കി അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുവിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, ഇനി ക്ഷമാപൂർവമുള്ള സമാധാനപൂർണമായ പ്രവർത്തനത്തിലൂടെ മറ്റൊരുപാട് കുഞ്ഞുമാരെ ഉണ്ടാക്കിയെടുക്കുക അല്ലാതെ ഒരിക്കലും നിയമം കയ്യിലെടുക്കരുത്, എല്ലാവരും മയ്യത്ത് നിസ്കരിച്ച് ശാന്തരായി പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് ആ അധ്യായം അവിടെ അവസാനിപ്പിക്കുകയാണ് MP ഉസ്താദ് ചെയ്തത്. പിന്നീട് ഇവർ കൊലപ്പെടുത്തുന്നത് നിങ്ങൾ നോക്കൂ, ഇവിടെ തലശ്ശേരി എവിടെ എങ്ങാനും ജോലി ചെയ്യുന്ന ഒരു മദ്രസ അധ്യാപകൻ, അദ്ദേഹത്തിന്റെ പിതാവിന് അസുഖമാണെന്ന വിവരം കിട്ടിയപ്പോൾ രാത്രി വളരെ വൈകിയാണ് കൊടുവള്ളിക്കെടുത്ത അമ്പലക്കണ്ടിയിൽ ബസ് ഇറങ്ങുന്നത്. പിതാവിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന ആദിയോടുകൂടെ മെഴുകുതിരിയുടെ വെട്ടത്തിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഏതാനും യൂത്ത് ലീഗ് പ്രവർത്തകർ, അവിടെ അങ്ങാടിയിൽ ഉറങ്ങാതെ കഴിയുന്ന യൂത്ത് ലീഗ് പ്രവർത്തകർ, ഇവനല്ലേ ഇവിടുത്തെ കാന്തപുരത്തിന്റെ വലിയ ബ്രെയിനർ, ഇവനല്ലേ ഇവിടുത്തെ ഏറ്റവും അതിന്റെ പ്രവർത്തകൻ, അതുകൊണ്ട് ഇപ്പോൾ അവനെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞ് തള്ളിയിടുകയും യൂത്ത് ലീഗിന്റെ കൊടി നാട്ടിയ ഇരുമ്പിന്റെ വടി പറിച്ചെടുത്ത് മൂർച്ചയില്ലാത്ത ഇരുമ്പിന്റെ കമ്പി ഈ പാവം മദ്രസാധ്യാപകന്റെ മൂർത്താവിലൂടെ അടിച്ച് താഴ്ത്തി നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയുണ്ടായി. ഈ പ്രതിയെയും മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക നേതാക്കന്മാരാണ് രക്ഷപ്പെടുത്താൻ കേസുമായി പോയത്. പിന്നീട് ഇവർ കൊന്നത് മഞ്ചേരി കിടങ്ങഴി എന്ന പഞ്ചായത്തിൽ, ഗ്രാമപഞ്ചായത്തിന്റെ 15 കൊല്ലം പ്രസിഡന്റായ വ്യക്തി, ഒരു സാധാരണക്കാരനല്ല, ഒരു പഞ്ചായത്തിന്റെ 15 വർഷത്തെ പ്രഥമ പൗരൻ, അദ്ദേഹം കിടങ്ങയം മഹലിന്റെ പ്രസിഡന്റാണ്, നമ്മുടെ വർക്കറൊന്നുമല്ല അദ്ദേഹം. അവിടെ എന്താ പ്രശ്നം? ആ ജുമുഅത്ത് പള്ളിയുടെ മുന്നിൽ നേരത്തെ തന്നെ SSFന്റെ ഒരു ബുള്ളറ്റിനുണ്ട്, അത് സമസ്തയിൽ അഭിപ്രായ വ്യത്യാസം വന്ന ഈ പള്ളി ഒരു വിഭാഗത്തിൻ്റെതായി മാറ്റിയപ്പോൾ ആ വിഭാഗം ഈ പള്ളിയുടെ മുന്നിലുള്ള ബോർഡ് എടുത്തു മാറ്റണമെന്നായി. അവിടുത്തെ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ഈ ബോർഡ് ഇവിടെ പണ്ടേ ഉള്ളതാണ്, അതെന്തിനു മാറ്റണം? അങ്ങനെ കശപിശയായപ്പോ ഈ മഹല്ല് കാരണവരും കിടങ്ങഴി പഞ്ചായത്തിൽ 15 കൊല്ലം പ്രസിഡന്റായ മാധ്യസ്ഥൻ എന്ന നിലക്ക് മുഹമ്മദ് കുട്ടിക്ക് പറഞ്ഞു, ആ കുട്ടികളെ ബോർഡും കൂടി അവിടെ ഉണ്ടായത് കൊണ്ട് നമുക്കെന്ത് നഷ്ടം, അതവിടെ നിന്നുകൊള്ളട്ടെ എന്ന തീർപ്പ് പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തെ
അദ്ദേഹത്തെ തല്ലിക്കൊല്ലുന്നത് വേറെ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിലല്ല. അദ്ദേഹത്തിന്റെ ഈ പറയപ്പെട്ട കുട്ടിക്കയുടെ മയ്യത്തും കിടങ്ങയും ജുമാഅത്ത് പള്ളിയിലേക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവരുമ്പോൾ ആ മയ്യത്തിനെയും അനുഗമിച്ച് കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാരുണ്ടായിരുന്നു. അവിടെയും അദ്ദേഹം പ്രവർത്തകരോട് പ്രകോപിതരാകാതെ പിരിഞ്ഞു പോകാൻ കൽപ്പിക്കുകയുണ്ടായി. പിന്നീട് ഇവരെ കൊന്നത് ഓരോ കൊലപാതകം നോക്കൂ. കുച്ചിമൂച്ചിയിൽ അബ്ദു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനൊരു സ്വഭാവമുണ്ട്. തറാവീ നിസ്കരിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് പോവുകയില്ല. അത്തായം വരെയും അകത്തെ പള്ളിയിൽ ഇരുന്ന് വിശുദ്ധ ഖുർആൻ ഓതി തീർക്കും. പിന്നീട് അത്തായ സമയത്ത് വീട്ടിലേക്ക് പോയി സുബൈക്ക് മുമ്പ് സുന്നത്തിന്റെ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോരും. ഇതല്ലാതെ അവിടുത്തെ ഒരു ക്രിമിനലല്ല. സദാസമയത്ത് ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അബ്ദു എന്ന് പറഞ്ഞ ആ പ്രവർത്തകൻ. അദ്ദേഹം പള്ളിയിൽ ഒറ്റയ്ക്കിരുന്ന് ഖുർആൻ ഓതുന്നത്, അതും റമദാനു ശരീഫിന്റെ പാതിരാവിൽ ഒറ്റയ്ക്കിരുന്ന് പള്ളിയിൽ ഖുർആൻ ഓതുന്നത് കണ്ടപ്പോൾ ഇവനെ കൊല്ലാൻ പറ്റിയ സമയമാണെന്ന് പ്രഖ്യാപിച്ച് ഏതാനും ലീഗ് കാബാലികർ വന്ന് പള്ളിയിലിട്ട് കുത്തിത്തള്ളിയിടുകയും പെടയുന്ന അബ്ദുവിനെ വലിച്ചിഴച്ച് ഔളിൽ കുത്തിക്കൊല്ലുകയുമാണ് ചെയ്തത്. ഈ കാബാലികർ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് നടന്ന കൊലപാതകം മലപ്പുറം ജില്ലയിൽ തന്നെ മഞ്ചേരിക്കടുത്ത എളങ്കൂരിലെ അബുഹാജിയാണ്. അബുഹാജി ഒരു കക്ഷിത്വത്തിന്റെയും ആളല്ല. ആദർശപരമായി അവരൊരു സയ്യിദുണ്ട്, എളങ്കൂർ തങ്ങൾ. അദ്ദേഹത്തിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്, നമ്മുടെ അനുഭാവിയാണ്. അവിടുത്തെ മദ്രസയാണെങ്കിൽ സംയുക്തമാണ്, 2 സിലബസും വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവരുടെ സിലബസ്, പക്ഷെ 2 കൂട്ടർ ഒന്നിച്ച് നടത്തുന്ന ഒരു മദ്രസയാണ്. ആ മദ്രസയുടെ പേരന്റ്സ് മീറ്റ് നടക്കുകയാണ്. അതിന്റെ മുന്നോടിയായി ആ ഓപ്പറേറ്റർ ഇട്ട ഖുർആൻ ഓത്തിന് പകരം SKSSFന്റെ ഗാനമാണ് അവർ റെക്കോർഡ് വെച്ചത്. അബുഹാജി നിസ്കാരം കഴിഞ്ഞ് അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോ ഏതാനും അവിടുത്തെ ആളുകൾ ഇന്നിപ്പോ SKSSFന്റെ പരിപാടിയാണോ? അബുഹാജി പറഞ്ഞു, അല്ല, ഇത് നമ്മളെ മഹല്ല് കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് ആണ്, പാരന്റ്സ് മീറ്റ് ആണ്. എന്നാ പിന്നെ എന്തിനാണ് ഒരു വിഭാഗത്തിന്റെ പാട്ട് വെക്കുന്നത് ചോദിച്ചപ്പോൾ അബുഹാജി മദ്രസയിലേക്ക് തിരിച്ചു നടന്നു ചെന്ന് ആ ഓപ്പറേറ്ററോട് പറഞ്ഞതാണ്, മോനെ, അന്റെ അടുത്ത് ഖുർആന്റെ കേസറ്റില്ലേ, എന്തിനാണ് ഈ പാട്ട് വെക്കുന്നത്? ആ പാട്ട് ഓപ്പറേറ്റർ ഓഫാക്കിയപ്പോൾ ആരാണ് പാട്ട് ഓഫാക്കിയത് എന്ന ചോദ്യവുമായി അങ്ങാടിയിൽ നിന്ന് ഏതാനും ലീഗുകാർ, കഥയറിയാത്ത ഹാജിയാര് പള്ളിയിലേക്ക് തിരിച്ചു പോകുന്നത്, അങ്ങാടിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാമ്പുറത്ത് വന്ന് പിരടി നോക്കി, കഴുത്തു നോക്കി തള്ളിയിട്ട് കൊല്ലുകയാണ് ചെയ്തത്. നിങ്ങൾ അറിയണം. അതുപോലെ തന്നെ മണ്ണാർക്കാട്ടെ കല്ലാങ്കുഴിയിലെ കുഞ്ഞി അംസയും നൂറുദ്ദീനും നിങ്ങൾക്കറിയണം, ആ ഒരു കുടുംബത്തിന്റെ വലിയ സമ്പന്നരാണ് അവര്. അവരുടെ പിതാവ് ആണ് ആ പള്ളിക്ക് മുഴുവൻ സ്ഥലവും വഖഫ് ചെയ്തത്. വാപ്പയുടെ പള്ളി എന്ന് പറയാം, വാപ്പ മരിച്ചുപോയി. എന്നാൽ കുഞ്ഞി അംസക്കും നൂറുദ്ദീനും അവരെ വീടിന്റെ അടുത്ത് തന്നെ വേറെ പള്ളിയും മദ്രസയുമുണ്ട്. അത് നമ്മുടെ സിലബസ് ആണ്. ഇത് മഹല്ല് പള്ളി എന്ന നിലക്ക് വലിയ പള്ളി ഇപ്പുറത്താണ്. ആ പള്ളിയിൽ വന്ന മുസ്ലിയാര് ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പ്, ആ മുസ്ലിയാര് എന്നും ജുമയ്ക്ക് ശേഷം ഏകപക്ഷീയമായ ഒരു വിഭാഗത്തിന് വേണ്ടി പ്രസംഗിക്കുകയും പിരിവെടുക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞി ഹംസ എന്ന് പറഞ്ഞാൽ ആ 2 പോലീസ് അതിർത്തികളിലുള്ള മുഴുവൻ കേസുകളും ജാതി മത വ്യത്യാസമില്ലാതെ മദ്യം പറയുന്ന, തീർപ്പ് കൽപ്പിക്കുന്ന പോലീസ് ഓഫീസേഴ്സിന് പോലും തൃപ്തിയേകുന്ന മധ്യസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു പുള്ളിയല്ല, ഒരു കച്ചറക്കാരനല്ല, ഒരിക്കലും ക്രിമിനലല്ല, നാട്ടു മധ്യസ്ഥനാണ് അദ്ദേഹം. ഈ പള്ളി ഏകപക്ഷീയമായ ഒരു വിഭാഗത്തിന് പോകുന്നത് കണ്ടപ്പോൾ അതുവഴി അവിടെ സംഘർഷം വരാതിരിക്കാൻ വഖഫ് ബോർഡിന്റെ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് ഒരു വിധി വാങ്ങി. എന്താണ് ആ വിധിയിൽ പറയുന്നത്? ഞങ്ങൾ മഹല്ലിലെ മുഴുവൻ മുസ്ലിങ്ങളും ഒരുമയോടുകൂടെ ആരാധന നടത്താൻ വേണ്ടി ഞങ്ങളെ പൂർവീകരുണ്ടാക്കി സംരക്ഷിച്ചു പോരുന്ന പള്ളി ഒരു വിഭാഗത്തിൻ്റെത് ആക്കുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. നമ്മുടെ വഖഫ് ബോർഡ് ട്രിബ്യൂണലിന്റെ വിധി എന്താണ്? അത് ഏകപക്ഷീയമായ ഒരു വിഭാഗത്തിന് നടത്താൻ പാടില്ല. ആ പള്ളി ജനങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ മുസ്ലിം വിഭാഗത്തിന് എല്ലാവർക്കുമുള്ള പള്ളിയാണെന്ന ട്രിബ്യൂണലിന്റെ വിധി. ഈ വിധി വാങ്ങിക്കൊണ്ടുവന്നത് കുഞ്ഞി
ഹംസയാണ്. അദ്ദേഹത്തെ കൊല്ലുക തന്നെ. 3 പേരാണ് ആ കുടുംബത്തിലുള്ളത്. കുഞ്ഞി ഹംസയും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ കുഞ്ഞി മുഹമ്മദും അവരനിയൻ നൂറുദ്ദീനും. അവർ 3 പേരും വീട്ടിലേക്ക് പോകുന്ന സമയത്ത് റോഡ് ബ്ലോക്ക് ആക്കിയാണ് 3 പേരെയും മാരകമായി മർദ്ദിച്ചത്. കുഞ്ഞി മുഹമ്മദ് അത്ഭുതകരമാവിധം രക്ഷപ്പെട്ടു. നൂറുദ്ദീനും കുഞ്ഞി ഹംസയും ദാരുണമാവിധം കൊല ചെയ്യപ്പെട്ടു. അവിടത്തെ ഇപ്പോഴത്തെ MLA തന്നെ പ്രതികളെ സംരക്ഷിച്ചു എന്ന് അവിടത്തെ ജനങ്ങൾ പറയുന്ന രൂപത്തിൽ വ്യക്തമായും ഈ പാർട്ടി അതിനെ പൂർണ്ണമായും പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഒരു നിമിഷം പോലും പോലീസ് കസ്റ്റഡിയിൽ വരെ ഈ 2 ചെറുപ്പക്കാരെ കൊന്ന കാബാലികരെ ഇവർ വിട്ടുകൊടുത്തില്ല. അതിന്റെ ശേഷമാണ് ഇപ്പോൾ ഈ നാട്ടിലുണ്ടായ സംഭവം നിങ്ങൾക്കറിയാം. അബ്ദുറഹ്മാൻ ഔഫ് ആരാണെന്ന് നിങ്ങൾക്കറിയാം. അവരെ പിതാവും പിതാമഹന്മാരുമാരാണെന്ന് നിങ്ങൾക്കറിയാം. ആ ചെറുപ്പക്കാരന് എന്തിനു കൊല ചെയ്യപ്പെട്ടു നിങ്ങൾക്കറിയാമോ? ഒരു വാർഡിന്റെ പരാജയം. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, ഒരു കുടുംബത്തിലെ 2 ബൂത്തിൽ ഒരുമിച്ചുള്ള ഒരു കുടുംബത്തിലെ ഒരു ബൂത്തിനെ അടുത്തെടുത്ത 2 കുടുംബക്കാരുടെ പാർട്ടിയാണ് ഈ ഇന്ത്യൻ യൂണിയൻ എന്ന് പറഞ്ഞ് ആഗോള പാർട്ടി പ്രതിഭാസം സൃഷ്ടിക്കുന്നത്. ഒരു കുടുംബത്തിലെ അല്ല, ഒരു ബൂത്തിലെ 2 കുടുംബത്തിന്റെ പ്രശ്നമാണത്. അതുകൊണ്ടാണല്ലോ അവർക്ക് മന്ത്രിയാകാൻ ഇപ്പോൾ ഡൽഹിയിൽ കാലാവസ്ഥ തെളിയുമെന്ന് കാണുമ്പോൾ ഡൽഹിയിലെ കാലാവസ്ഥ തെളിയുമെന്ന് കാണുമ്പോൾ MLA സ്ഥാനം രാജിവെക്കുന്നു, ഡൽഹിയിലേക്ക് മത്സരിക്കുന്നു. വർഗീയ ഫാസിസ്റ്റുകളെ ഇല്ലായ്മ ചെയ്യാൻ ഓരോ വോട്ടും എന്ന് പറയുന്നു. ജയിച്ചപ്പോഴാണ് അറിയുന്ന അടുത്ത കാലത്തൊന്നും അവിടെ മന്ത്രിയാകാൻ സാധ്യതയില്ല. അപ്പോഴാണ് ഇവിടെ ഒരു കാറ്റ് അനുകൂലമാകുമോ എന്ന് കാണുമ്പോൾ നമ്മുടെ സർക്കാർ ഖജനാവിലെ പണം ദൂർത്തടിക്കാനും പിന്നെയും ദൂർത്തടിക്കാനും ആ MP സ്ഥാനം രാജിവെച്ച് 2 കുടുംബത്തിന്റെ വിഷയം സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ മന്ത്രിയാകാൻ വേണ്ടി MP സ്ഥാനം രാജിവെച്ച് സർക്കാരിന്റെ പണം ചെലവഴിക്കുന്നത് ഇത് ഒരു ബൂത്തിലെ 2 കുടുംബത്തിന്റെ കേസാണ്. കാസർകോട്ടുകാർ ഇതിൽ പങ്കാളികളാകേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലെയും മുസ്ലിം ഇതിൽ വാക്കാകേണ്ട ആവശ്യമില്ല. ഇത് മലപ്പുറം ജില്ലയിലെ ഒരു ബൂത്തിന്റെ ഉള്ളിലുള്ള 2 വീട്ടുകാരുടെയും അവരെ ബന്ധുമിത്രാദികളുടെയും പള്ളപ്രശ്നം മാത്രമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിങ്ങള് ഈ ആലമ്പാടി ഉസ്താദിനെ കണ്ണീരിലായിത്തി, മഞ്ഞനാടി ഉസ്താദിനെ കണ്ണീരിലായിത്തി ഈ ലീഗ് പാർട്ടിയുടെ അനാവശ്യ പ്രചരണങ്ങളിൽപ്പെട്ട് നമ്മൾ നമ്മുടെ ദുന്യാവ് നഷ്ടപ്പെടുത്തരുത്, ആഖിറത്ത് നഷ്ടപ്പെടുത്തരുത്.